കാശ്മീരിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏത് സ്ഥലത്താണ് ഡ്യൂട്ടി? ആദ്യം ഞങ്ങൾ ജമ്മുവിലായിരുന്നു, കോട്ട് ബൽവാൽ ജയിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ജയിലുകളിലൊന്നാണ് കോട്ട് ബൽവാൽ. നമ്മൾ IC-814 തട്ടിക്കൊണ്ട് പോയിട്ട് അതിന് പകരം, അതായത് ഇന്ത്യൻ എയർലൈൻസിന്റെ കാഠ്മണ്ഡുവിൽ നിന്നുള്ള ആ വിമാനം തട്ടിക്കൊണ്ടുപോയ സംഭവമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടോ? ഉള്ളിൽ ടണലുണ്ടാക്കി ഒരു 10-12 അടിയോളം താഴ്ചയിൽ അവിടുന്ന് പിന്നെ പാരലായിട്ട് ജയിലിന്റെ ചുറ്റുമതിലിന് പുറത്തേക്ക് പോകാനായിട്ട് വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം വഴി പകുതി തീർന്നായിരുന്നു. 100 പേരോളം ഉണ്ട്. സാറിന്റെ ക്യാമ്പിന്റെ അങ്ങോട്ടാണ് അവരുടെ ഡയറക്ഷൻ. നിങ്ങളുടെ ക്യാമ്പിൽ എത്ര പേരുണ്ടാവും? 17 പേരേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വെടിവെച്ച് ഒരു 11:30 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ഒരു 3:30 ആയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചെറുതായിട്ട് ഈ ഷൂസ് ഇട്ട് നടക്കുന്ന ശബ്ദം കേൾക്കാം. 2002 ഗുജറാത്ത് കലാപത്തിന്റെ ഒരു തീവ്രതയുണ്ടായിരുന്ന സമയം അല്ലേ? 28 പേര് തോക്കുമായിട്ട്, കാരണം വണ്ടി കത്തിക്കരുത്, ഞങ്ങളെയും കത്തിക്കരുത്. റോഡിന്റെ 2 വശങ്ങളിലും വീടുകൾ, കടകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. CRPFിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് പലപ്പോഴും വലിയ നിശ്ചയം ഉണ്ടാവണമെന്നില്ല. കേട്ടിട്ടുണ്ട്, ഏകദേശമൊക്കെ അറിയാം. പക്ഷേ SP റാങ്കിൽ CRPFിൽ നിന്ന് വിരമിച്ച് 40 വർഷത്തിലേറെ CRPFിൽ ജോലി ചെയ്ത, വ്യത്യസ്തങ്ങളായ ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത ഒരു മലയാളി ശ്രീ കുര്യാക്കോസ് KV എന്താണ് CRPFിൻ്റെ പ്രവർത്തനങ്ങൾ, ഓപ്പറേഷനുകൾ, അവിടുത്തെ ആവേശം കൊള്ളിക്കുന്ന കഥകൾ ഒക്കെ നമ്മളോട് വിവരിക്കുകയായിരുന്നു. ആ കഥകൾ നമുക്ക് തുടരാം. CRPFിൻ്റെ ഒരു പ്രധാന പ്രവർത്തന മേഖല എനിക്ക് തോന്നുന്നത് നക്സൽ അല്ലെങ്കിൽ മാവോയിസ്റ്റ് പ്രദേശങ്ങളിൽ സുരക്ഷയൊരുക്കലും അവരെ പിടികൂടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരം ഓപ്പറേഷനിൽ കുറെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒറീസയിലുണ്ടായിരുന്നു, ബംഗാളിലുണ്ടായിരുന്നു, ഇങ്ങനെ ആന്ധ്രയിലുണ്ടായിരുന്നു. ശരി. അവിടെ എന്ന് പറഞ്ഞാൽ നക്സൽ ഏരിയയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് അപകടം സംഭവിക്കുന്നത് വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ്. അവർ നേരിട്ട് നമ്മളെ ഏറ്റുമുട്ടുന്ന വളരെ കുറവാണ്. വാഹനങ്ങളെ ബ്ലാസ്റ്റ് ചെയ്ത് കളയുകയാണ്. മൈനുകൾ, ബോംബുകൾ, കൂടുതലും മൈനുകളാണ്. അത് മൈൻ വെക്കുന്നതിൽ അവർ വളരെ എക്സ്പേർട്ടാണ്. ഇവർക്ക് ഈ മൈൻ കിട്ടുന്നത് ഈ നമ്മുടെ ഫാക്ടറികളിലൊക്കെ എക്സ്പ്ലോസീവ് കൊണ്ടിരിക്കുകയല്ലേ, അതായത് കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ ബ്ലാസ്റ്റ് ചെയ്തതായിട്ട് അവിടെ നിന്ന് എടുക്കും, പിന്നെ ഇവർ മോഷ്ടിക്കും. അതല്ല ഞാൻ ചോദിക്കുന്നത്, അവർക്ക് ഇത് മൈൻ ഉണ്ടാക്കാൻ അറിയുമോ? അവർക്ക് ട്രെയിൻ ചെയ്തതല്ലേ. ശരി. എല്ലാ മാവോയിസ്റ്റുകളിൽ എപ്പോഴും മൈൻ എക്സ്പേർട്ട് അവരുടെ കൂടെ ഉണ്ട്. ശരി. അങ്ങനെ കൂടുതലും പേടിക്കേണ്ടത് നമുക്ക് മൈനുകളെയാണ്. നമ്മൾ നടന്ന് യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ 30 കിലോമീറ്റർ വരെയൊക്കെ ഒരു ദിവസം നടക്കുമായിരുന്നു. പിന്നെ ഈ കാടിനുള്ളിൽ നമ്മൾ പോകും. അത് ഒരാഴ്ച, 5 ദിവസം, 10 ദിവസം, 15 ദിവസം വരെയും പോകും. 15 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾക്ക് ഈ 15 ദിവസം ഒരാഴ്ചത്തെ തൊട്ടാണെങ്കിൽ നമ്മൾക്ക് തോക്ക്, സർക്കാരിൻ്റെ കണക്കനുസരിച്ചുള്ള വെടിയുണ്ട, ഗ്രനേഡ്, ബോംബ്, ഇതൊരിക്കലും നമുക്ക് കുറയ്ക്കാൻ പറ്റുകയില്ല. പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മുടെ ആഹാരം മാത്രമാണ്. ഇങ്ങനെ പോകുമ്പം ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കും. രാവിലെ ഒന്നും കഴിക്കുകയില്ല. ഉച്ചയ്ക്ക് ഒരു 11:30 അത് ഒരു പാത്രം കാണും. ആ ഒരു പാത്രത്തിൽ നമ്മൾ ഏതെങ്കിലും നദിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത്, കുറച്ച് അരി കാണും, അത് വിട്ട്, കുറച്ച് ഉരുളക്കിഴങ്ങോ പരിപ്പോ എന്തെങ്കിലും പച്ചമുളകോ വിട്ട്, അത് പ്ലേറ്റോ ഒന്നുമില്ല, അവിടെ ഈ ബീഡി ഇലയുടെ മരമുണ്ട്, അത് എടുത്തിട്ട് തിരിച്ച് മുകളിൽ പൊടിയായിരിക്കും, അതിൻ്റെ ബാക്ക് സൈഡിൽ പിൻഭാഗം എടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ 2-3 എണ്ണം കൂട്ടി അതിനകത്ത് പ്ലേറ്റൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, അതായത് ഈ 1 ഗ്രാം നമുക്ക് കൂടുതൽ വെയിറ്റായിട്ട് തോന്നും. ഇത്രയും തോക്കും വെടിയുണ്ട എല്ലാം കൂടെ കൂടിയിട്ട് 20-30 കിലോമീറ്റർ 40-45 ഡിഗ്രി സെൽഷ്യസ് ചൂടത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. വളരെ ദുരിതം പിടിച്ച ഒരു കാലമായിരിക്കും അല്ലേ അത്. ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ വേർപ്പിൻ്റെ മണം കാരണം നമുക്ക് അവജ്ഞ തോന്നും. മറ്റുള്ളവരുടെ പോയിട്ട് നമുക്ക് നമ്മുടെ തന്നെ എന്നാലും വേറെ നിവൃത്തിയില്ല. ഇത് എവിടെയാ വൈകുന്നേരമൊക്കെ ക്യാമ്പ് ചെയ്യുന്നത്? ചുമ്മാ മണ്ണിൽ കിടക്കും. ഇല ഒടിച്ചിട്ടിട്ട് അവിടെ മരങ്ങളും മിക്കവാറും എല്ലാ കാട്ടിലും മരങ്ങളുണ്ടല്ലോ, അതുപോലെ ഓരോ കുറേ മരത്തിന് ഒരു കുറ്റിമരത്തിൻ്റെ കുറേ ഇല അങ്ങോട്ട് ഒടിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കിടക്കും, ഉറങ്ങുകയല്ല. ഏതെങ്കിലും ആ നദിയൊക്കെ ഉള്ള സമയത്തായിരിക്കും ക്യാമ്പ് ചെയ്യുക. നദിയുടെ അടുത്ത് അപകടമാണ്. ശരി. മാറുന്ന ചാൻസ് കൂടുതലുണ്ട്. ഒരു വെള്ളം എടുക്കാനും ഒക്കെ വരും. പിന്നെ നദിയുടെ അടുത്താകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും മുകളിലുള്ള ഒരു കുന്നിൻ്റെ പുറത്താണ് ഞങ്ങൾ കൂടുതലും കിടക്കാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ താഴെയിലുള്ള കാഴ്ച നന്നായിട്ട് കാണാം. ഈ നിങ്ങളുടെ ദൗത്യം എന്താണ് ഈ പോക്കില്? ഇവരുടെ ഗ്രാമങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണോ? ഇവരെ കാണുവാണെങ്കിൽ
എൻകൗണ്ടർ അവരെ നടക്കും. പിന്നെ അവിടുത്തെയുള്ള ഗ്രാമീണ ഏരിയയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇവർ കുറച്ച് പിന്നോട്ടാകും. ഈ പ്രസൻസ് ഉണ്ടെന്ന് കാണിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ്. കാണിക്കുകയും കൂടെ ചെയ്യുക. നമ്മൾ എത്ര മുന്നോട്ട് കയറുമോ അവരതനുസരിച്ച് പുറകോട്ട് പോകും. നമ്മൾ ഒട്ടും പോകുന്നില്ലേ പിന്നെ അവർ സ്വൈര്യവിഹാരം നടത്തും. അങ്ങനെയാണ്. അപ്പോൾ ഇത് പോകാനുള്ള ഈ നടന്നു പോകുന്നത് ഈ മൈനുകളെ പേടിച്ച് തന്നെയാണോ പ്രധാനമായിട്ട്? മൈനുകളെ പേടിച്ച് തന്നെയാണ്. അപ്പോൾ ഈ റോഡിനോട് ചേർന്നുള്ള ഉൾവനങ്ങളിലൂടെയാണ് പോകുന്നത് നിങ്ങൾ? റോഡൊന്നും അവിടെയൊന്നും ഇല്ല. റോഡ് ഈ മൈനിട്ടിരിക്കുന്നത് റോഡിലായിരിക്കുമല്ലോ. മൈനെല്ലാം റോഡുകളിലാണ്. ഛത്തീസ്ഗഡിലൊക്കെ ഇവരെന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർമാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവർ ഈ റോഡ് പണിയുന്ന സമയത്ത് നല്ല രീതിയിൽ മൈനുകൾ ഫിറ്റ് ചെയ്യും. ശരി. പിന്നെ എന്നിട്ട് പല എക്സ്പ്ലോഷനും കാണാം. ഈ മെറ്റൽ റോഡ് ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്നിട്ട് ഇവരിത് മാർക്കിങ് ചെയ്യും. ഇവർക്ക് ഏതാണ്ടൊക്കെ ഐഡിയ ഉണ്ട് മാർക്ക് ചെയ്യുന്നത്. അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ മരത്തേലോ ഒക്കെ തൊലി കൊത്തിയിട്ട് അതിലൊക്കെ മാർക്ക് ചെയ്യും. എന്നിട്ട് അവസരം വരുമ്പോൾ ആ പോയിന്റിൽ നിന്ന് അവർ അപ്പൊ അത് വയർ കൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബോംബുകളാണ്, അല്ലാതെ വണ്ടി കയറുമ്പോൾ പൊട്ടുന്ന തരമല്ല. അപ്പൊ അവർക്ക് വേണ്ടപ്പോ ഇത് പൊട്ടിക്കുക. വണ്ടി കയറുന്ന പൊട്ടുന്നതാണെങ്കിൽ പിന്നെ സിവിലിയനും കാഷ്വാലിറ്റി വരുമല്ലോ. നക്സൽ ഒരിക്കലും സിവിലിയൻ കാഷ്വാലിറ്റി അംഗീകരിക്കുന്നില്ല. നിങ്ങളാണ് അവരുടെ ടാർഗറ്റ് അല്ലേ? CRPF ആണ് പ്രധാനമായിട്ടും ടാർഗറ്റ്. കാരണം നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നു. ഞാൻ അവിടെ ബംഗാളിലെ വെസ്റ്റ് മിഡ്നാപൂർ ഡിസ്ട്രിക്ട് കിടന്നപ്പോൾ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു പച്ച ടാറ്റാ സുമോ. കുറേ നാൾ ഞാനത് ഉപയോഗിച്ചു. പോലീസ് തന്നായിരുന്നു. ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ ആ വണ്ടിക്ക് എന്തോ വണ്ടിക്കാരൻ ഇവരുടെ കോൺട്രാക്റ്റ് മാറി ആ വണ്ടി മാറ്റി, പോലീസിൻ്റെ നിന്ന് മാറ്റി. അത് ഹോസ്പിറ്റലിൻ്റെ ഓടി. ഹോസ്പിറ്റലിൽ ഓടിയതിൻ്റെ അടുത്ത ദിവസം ആ വണ്ടി അവർ ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞു. പോലീസാണെന്ന് കരുതിയിട്ടാണ്? എൻ്റെ വണ്ടിയായിരുന്നു എന്ന് കരുതി ബ്ലാസ്റ്റ് ചെയ്ത്. അതിനകത്ത് ഒരു ഡോക്ടർ, ഒരു ലേഡി സ്റ്റാഫ് നേഴ്സ്, ഒരു ഡ്രൈവർ, ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് മരിച്ചുപോയി. ശരി. ഈ പലപ്പോഴും ഇങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒത്തിരി സംഭവങ്ങളുണ്ടല്ലേ? ഒത്തിരി സംഭവങ്ങളുണ്ട്. വേറൊരു ബംഗാളിൽ തന്നെ എൻ്റെ ക്യാമ്പിലേക്ക് വന്ന വണ്ടി അത് ബ്ലാസ്റ്റായി. പക്ഷേ അതിനകത്ത് ആരും മരിച്ചില്ല. ഒരു 30 അടി പൊങ്ങി. പക്ഷേ പൊങ്ങിയപ്പോഴത്തേക്കിന് അതിൻ്റെ ഡോറെല്ലാം തുറന്നു പോയി. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഇവർ വെടിവെച്ച നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ മുകളിൽ വെടിവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരുന്നതിനിടയിൽ ഒരു ബസ് അതിലെ ലൈൻ ബസ് ക്രോസ് ചെയ്ത് ആ ബസ്സിൽ വെടികൊണ്ട് ഒരു ലേഡിക്ക് വെടികൊണ്ടപ്പോഴത്തേക്കിന് ആ ബസ്സുകാരെല്ലാവരും ഒച്ചയും ബഹളവും വെച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിന് ഇവന്മാർ ഓടി. അങ്ങനെ രക്ഷപ്പെട്ടു. ഈ ഗ്രാമീണരുടെ മനോഭാവം എങ്ങനെയാണ് ഈ CRPFകാരോട്? നമുക്ക് അവിടെ അങ്ങനെ ഈ മാവോയിസ്റ്റുകളോട് അല്ലെങ്കിൽ ഈ നക്സലുകളോടുള്ള അവരോടാണോ കൂടുതൽ ആഭിമുഖ്യം, അതോ നമ്മളുടെ ഈ ഫോഴ്സിനോടാണോ ആഭിമുഖ്യം? ഇതറിയാൻ വേണ്ടി ഞാൻ അവിടെ കിടന്നപ്പോഴത്തേക്കിന് 4-5 ആദിവാസി കുട്ടികളെ ആയിട്ട് ഞാൻ വേഷം മാറി ഞാൻ ഈ ഗ്രാമത്തിൽ പോയി. അവർ പറഞ്ഞു ഞാൻ ആന്ധ്രയിൽ നിന്ന് വന്ന ലീഡറാണ്, ഇവരെല്ലാം നക്സലേറ്റുകളാണെന്ന് പറഞ്ഞു. ഞാനൊരു 3 ദിവസം ഇവരുടെ വീട്ടുകളിലൊക്കെ കിടന്ന് ഗ്രാമങ്ങളിൽ അവിടുത്തെ അഡീഷണൽ DGക്കും അറിയായിരുന്നു, SPക്കും അറിയായിരുന്നു, ഞങ്ങളുടെ കമാൻഡൻറ്റും. ഓരോ വീട്ടിലും ചെന്ന് ഞങ്ങൾ താമസിച്ചു. ഭയങ്കര സ്നേഹമായിരുന്നു അവർക്ക്. എന്തൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ മര്യാദ കാണുന്നു. ഓരോ വീട്ടിലും ചെല്ലുന്ന കഴിയുമ്പോഴത്തേക്കിനും അയ്യോ പാർട്ടിക്കാർ വന്ന് ഇത് കൊടുക്ക്, അത് കൊടുക്ക്, ഇത് കൊടുക്ക്, കോഴിയെ കൊല്ല്. എന്നിട്ട് ചിക്കൻ അവർ ഉണ്ടാക്കി തന്ന് ഒരു കോഴിയെ പിടിച്ചപ്പോൾ വേണ്ട അതിന് വസന്തയുള്ള മറ്റേ കോഴിയെ പിടിക്ക്. എന്നിട്ട് അത്ര കണ്ടവർക്ക് സ്നേഹമാണ്. ഒരു CRPFകാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ശ്രദ്ധ കിട്ടുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അവർക്ക് യൂണിഫോമാണ്, തോക്കുള്ളതുകൊണ്ട് അവർ കല്ലെറിയുകയല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് കൂടെ ഗുണമുണ്ടാകുന്ന കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് കൂടുതൽ ആഭിമുഖ്യം അവർ പറയണത് ഇത്രയും നാളും സർക്കാർ ഒന്നും ചെയ്തില്ല. ഈ മാവോയിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഞങ്ങൾക്ക് റോഡുണ്ടാക്കി, സ്കൂളുണ്ടാക്കി, വെള്ളം തരാൻ തുടങ്ങി, റേഷൻ തരാൻ തുടങ്ങി. മാവോയിസ്റ്റ് സർക്കാർ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നന്നായിട്ട് അവരെടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ കാരണമാണ് സർക്കാർ ഇത് ചെയ്യുന്നതെന്ന് അവർ തന്നെ പറയുന്നു. ഇപ്പം ആ മാവോയിസ്റ്റിൻ്റെ ഭീഷണി ഏകദേശം ഒതുങ്ങി, ഒരു 80% തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് വലിയ ആക്രമണങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇല്ല. ഇനിയൊരു ഈ രീതിയിൽ പോകണമെങ്കിൽ ഒരു 2-3 വർഷത്തിനുള്ളിൽ എല്ലാം ഫിനിഷ് ആകും. ഈ ഇലക്ഷനെയൊക്കെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ? മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ഇറങ്ങി, ഈ മാവോയിസ്റ്റ് മേഖലയിൽ ഇലക്ഷന് പോകുന്ന ഒരു പോലീസ് ഓഫീസറുടെ കഥയൊക്കെ ആയിട്ട്. അത്ര അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇല്ല, ഇലക്ഷനെ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അവർ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ലല്ലോ. അത് ഈ ഗ്രാമീണരും അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ. അല്ല, ഗ്രാമീണർക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അവർക്ക് ഇലക്ഷൻ ഇവരെന്ത് പറയുന്നത് അതനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ബീഹാറിലെ ഒരു കൈമൂർ ഡിസ്ട്രിക്റ്റ്, അതായത്
പൂർണ്ണമായും ഒരു നക്സലൈറ്റ് നിയന്ത്രണത്തിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. അവിടെ ഇലക്ഷനിൽ ചെന്ന് അവിടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടറിൽ ചെന്ന് നിറയെ SP പറഞ്ഞ് ഇവിടെ ഒരു പോയിൻ്റുണ്ട്, ബൂത്തുണ്ട്, 29 കിലോമീറ്റർ അകലെയാണ്, നിങ്ങൾക്ക് ഞാൻ വണ്ടി തരാം, ട്രാക്ടർ തരാം, പക്ഷേ വണ്ടിയിൽ ആരും കയറരുത്. വണ്ടി തരാം, ട്രാക്ടർ തരാം, സാധനം കൊണ്ടുപോകാൻ ട്രാക്ടർ, നിങ്ങൾ വേണേൽ ഭക്ഷണ സാധനം ബൈക്കും ഒക്കെ വണ്ടിയിൽ വെച്ചോ, പക്ഷേ കയറിയേക്കരുത്. മനുഷ്യൻ യാത്ര ചെയ്ത് കയറിയിട്ടുണ്ടെ ബ്ലാസ്റ്റ് ചെയ്യും ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നടന്ന് 29 കിലോമീറ്റർ രാവിലെ നടന്ന് ഏകദേശം ഒരു 3:30-4 മണി ആയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പോളിംഗ് ബൂത്ത്, ഒരു കുഞ്ഞു മുറി, ഒരു സ്കൂളെന്ന് പറയാൻ വേണമെങ്കിൽ അത് പോളിംഗ് ബൂത്തായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറേ വേറൊരു മുറിയുണ്ട് സ്കൂളിൻ്റെ തന്നെ. അവിടെ നമുക്ക് ഒരു ഷെഡ് പോലെ താമസിക്കാനുള്ള സൗകര്യം. ഞാൻ ആ ഷെഡും എല്ലാം അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്യിച്ച് പിള്ളേരെ കൊണ്ടെല്ലാം ക്ലീൻ ചെയ്യിച്ച് എന്നിട്ട് ബെഡിങ്ങും എല്ലാം കിട്ട് കമ്പിളിയെല്ലാം വിരിച്ച് വൈകുന്നേരം ഒരു 8:50 ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആ കമ്പിളി എടുത്തു, നമുക്ക് ആ മാവിൻ്റെ ചുവട്ടിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കമ്പിളിയെല്ലാം എടുത്ത്, ഈ ഇലക്ഷൻ്റെ തലേദിവസമാണ് ഇത്? തലേദിവസമാണ്. കാരണം പോളിംഗ് ബൂത്ത് സ്റ്റാഫിനെ തലേദിവസം അവിടെ വിന്യസിക്കുമല്ലോ. അന്നേരം പോളിംഗ് സ്റ്റാഫ് ഉള്ളപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷന് നമ്മൾ വേണം. ഞങ്ങൾ കമ്പിളിയെല്ലാം ചുറ്റിക്കുട്ടി പോളിംഗ് സ്റ്റാഫ് ചോദിച്ചു എന്താ പോകുന്നതെന്ന് ചോദിച്ചു. അവരും അപ്പുറേ കിടപ്പുണ്ട്. ആണ് പറഞ്ഞു, സാറ് പറഞ്ഞു ഇവിടെ കിടക്കണ്ട, ശരിയല്ല, ഇങ്ങോട്ട് വരും. പിന്നെ അവരും നമ്മളെ ശവിച്ചുകൊണ്ട് വന്ന് മാവിൻ്റെ ചുവട്ടി വന്ന് കിടന്നു. ഒരു 2:30-3 മണിയായപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ആ ബിൽഡിങ് പൊട്ടിപ്പോയി. വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാ ഇൻഡ്യൂഷൻ ഉണ്ടായി? ഇങ്ങനെ നമുക്ക് ഒത്തിരി മാവോയിസ്റ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പതിവുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെ അന്ന് 8 മണിക്കാണ്, 8 തൊട്ട് 5 വരെയാണ് പോളിംഗ്. നമ്മൾ 6 മണിയായപ്പോഴത്തേക്കിന് പോളിംഗ് തുടങ്ങി. എല്ലാ വീട്ടിലും ചെന്ന്, കുറച്ച് ഓട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞ് നിങ്ങൾ വേഗം വരിക, ഞങ്ങൾ വേഗം ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാ വീട്ടിലെയും വീട്ടുകാർ വന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ക്ലോസ് ചെയ്ത് നടന്ന്. പിന്നെ ഇവർക്ക് ഈ സംശയത്തിൻ്റെ പേരിൽ ഇവർ നന്നായിട്ട് ക്രൂരത ചെയ്യുകയും, വെസ്റ്റ് മിഡ്നാപ്പൂരിൽ ഒരു പ്രാവശ്യം കിടക്കുമ്പോഴത്തേക്കിന് അവിടെ ഒരു 2 മാവോയിസ്റ്റിനെ നമ്മൾ അറസ്റ്റ് ചെയ്തായിരുന്നു. അറസ്റ്റ് ചെയ്തതിന് ഇവർക്ക് സംശയം, അതിന് ഒരു മാസം മുന്നേ ഒരു മനുഷ്യൻ സറണ്ടർ ചെയ്തായിരുന്നു, കീഴടങ്ങിയായിരുന്നു. ആ മനുഷ്യൻ ഒറ്റിയതാണോ എന്നോർത്ത്, പക്ഷേ സത്യത്തിൽ ആ മനുഷ്യൻ അല്ലായിരുന്നു നമുക്ക് അറിവ് തന്നത്. ഒരു ദിവസം ഒരാഴ്ചയ്ക്കുള്ളിൽ വന്ന് രാത്രിയിൽ ആ വീട് വളഞ്ഞ് ആ മനുഷ്യനെ പിടിച്ചിറക്കിയിട്ട് ആ ബന്ധുക്കളുടെയും മക്കളുടെയും കുടുംബത്തിൻ്റെയും മുന്നിൽ, ചുറ്റുപാടുള്ള ആ ഒരു ഗ്രാമങ്ങൾ, അതിൻ്റെ മുന്നിലിട്ട് ഈ തടി കൊണ്ട് അടിച്ചടിച്ച് അയാളെ കൊന്നുകളഞ്ഞ്. ഭയങ്കര ക്രൂരമായിട്ടാണ് ഇവർ കൊല്ലുന്നത്. കാരണം ഇത് കണ്ട് ഒരു ടെററിൻ്റെ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കണം, ഭീഷണിയുടെ ഒരു മെസ്സേജ് എല്ലായിടത്തും എത്തണം. പിന്നെ ആരും ഇതിന് മുതിരരുത്, ഭയപ്പെടണം എല്ലാവരും. അത് കഴിഞ്ഞ് ഞാനിവിടെ കോയമ്പത്തൂരുണ്ടായിരുന്നു ഒരു ടെനൂർ കഴിഞ്ഞ്. പിന്നെ തിരിച്ച് ആസാമിന് പോയി. ആസാമിൽ പോയി ഞങ്ങളുടെ ഒരു നൽവാടി ഡിസ്ട്രിക്റ്റാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടർ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ ഈ ആസാമിലെ മണിപ്പൂരിലെ പ്രശ്നം അവിടെ തീവ്രമായപ്പോഴത്തേക്കിന്. ഈ മണിപ്പൂരിലേക്ക് എന്നാണ് ഡിപ്ലോയിഡ് ആവുന്നത്? 24-25. 2024. നിങ്ങൾ ചെല്ലുമ്പോൾ മണിപ്പൂരിലെ അവസ്ഥ എന്താ? വളരെ ഭീതികരമായ അവസ്ഥ. അതായത് അന്ന് എന്തൊക്കെയാണ് കണ്ടേ? റോഡ് വഴിയുടെ 2 സൈഡിലും മുഴുവൻ കത്തിയ വണ്ടികൾ, കത്തിയ വീടുകൾ, സ്കൂളുകൾ, ഒഴിഞ്ഞ ഒന്നെങ്കിൽ ആളൊഴിഞ്ഞ വീടുകൾ, അല്ലെങ്കിൽ ഇടിച്ചു നിരത്തപ്പെട്ട വീടുകൾ, കത്തിയ വീടുകൾ. ഇത് ഏകദേശം എനിക്ക് 2002 ആ ഗുജറാത്ത് കലാപം, അന്ന് ഞാൻ അവിടെ അഹമ്മദാബാദിലുണ്ടായി, അതിനോട് സിമിലറായിട്ട് തോന്നി. ആ സമയത്തും അക്രമങ്ങൾ നടക്കുന്നൊരു സമയത്താണോ ചെല്ലുന്നത്? തീർച്ചയായിട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഓപ്പണായിട്ടില്ല, പക്ഷേ വളരെ പെട്ടെന്ന്. ആ സമയത്ത് തുടക്കത്തിൽ ഈ 2 കമ്മ്യൂണിറ്റികൾ തമ്മിലാണ് തുടങ്ങിയത്, മെയ്ത്തിയും കുക്കിയും. മെയ്ത്തി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഇംഫാൽ സിറ്റിയിലാണ് മുഴുവൻ. കുക്കി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ഇതാണ് ഉൾനാടൻ പ്രദേശങ്ങളിലെ ഗ്രാമം, ഉൾനാടൻ പ്രദേശം. പിന്നെ ചില ഡിസ്ട്രിക്റ്റിൽ അവർക്ക് നല്ല സംഖ്യയുണ്ട്, ചുരാചാന്ത്പൂറ്, കൻപൊക്കി, ഉക്രൂള്, ഇങ്ങനെ കുറേ ഡിസ്ട്രിക്റ്റുകളുണ്ട്. അവിടെ അവർ ഭയങ്കര മജോറിറ്റിയാണ്. ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, ഇങ്ങനെ ഈ ഇംഫാൽ സിറ്റിയിൽ മുഴുവൻ മെയ്ത്തി കമ്മ്യൂണിറ്റിയുടെയാണ്. ഒരു സംവരണത്തെ തുടർന്ന് ഒരു കോടതി വിധിയല്ല ഇതിന് പെട്ടെന്ന് ട്രിഗർ ചെയ്യാനുള്ള കാരണം ഉണ്ടായത്? അവർക്ക് മെയ്ത്തി കമ്മ്യൂണിറ്റിക്കും കൂടെ ഈ റിസർവേഷൻ, കുക്കികൾക്കുള്ള റിസർവേഷൻ, അതായത് ട്രൈബൽ റിസർവേഷൻ ഇവർക്കും കൂടെ അനുവദിച്ചു. ആ ഒരു
ആ ഒരു വിധി എന്ന് പറഞ്ഞാൽ അത് ഇവരെ പണ്ടമാനം പ്രകോപിപ്പിച്ച് കുക്കികളെ. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട്, ആ പകല് വിധി വന്ന ആ ഒരു രാത്രി കൊണ്ട് ഏകദേശം ഇംഫാൽ സിറ്റിയുടെ ഉണ്ടായിരുന്ന സകലമാന കുക്കി കമ്മ്യൂണിറ്റികളും അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഓടുമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മെയ്ത്തിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നേ. അപ്പോൾ പിന്നെ ഇവരെ ആക്രമിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കാൻ കാരണം എന്താ? പേടിച്ചിട്ട് അക്രമം തുടങ്ങി അങ്ങോട്ട്. ഇവരതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു കുക്കികൾ. അതെ, കുക്കികൾ പറഞ്ഞ് ഈ റിസർവേഷൻ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. അന്നേരം ഇവരുമായിട്ട് അന്നേരമാണ് ഈ മെയ്ത്തികൾ ഇവരെ ആക്രമിക്കാൻ തുടങ്ങിയത്. ഏറ്റുമുട്ടലിന്റെ പാതയിലേക്കായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ. ഇന്നലെ വരെയും ഒരേ ക്ലാസ്സിൽ, ഒരേ ഓഫീസിൽ, ഒരേ അയൽപക്കത്ത് ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നവർ ഒരു പകലും ഒരു രാത്രി കൊണ്ട് ലോകബദ്ധ വൈരികളായിട്ട് മാറുന്ന ഒരു കാഴ്ച. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കണ്ട് നശിപ്പിക്കാമോ, എത്ര കണ്ട് ക്രൂരത ചെയ്യാമോ അതെല്ലാം ചെയ്തു. ഈ ഇവരുടെ മനഃശാസ്ത്രം, ഇവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇത് പഠിക്കാതെ ഒരു മണ്ടൻ കോടതി വിധിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയത്? ട്രൈബൽ സൈക്കോളജി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവരൊക്കെ ആഹാരത്തിനൊക്കെ വിളിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇഷ്ടമില്ലാത്തതോ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ തരും. പക്ഷെ നമ്മളത് കഴിക്കുന്നതായിട്ട് ഭാവിക്കുകയും അവരുടെ ആ ഫീലിങ്സിനെ ഇവരെന്ന് പറഞ്ഞാൽ ട്രൈബൽസ് ആണ്, നമ്മൾക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവർ വളരെ സെൻസിറ്റീവ് ഇത്തരം കാര്യങ്ങളിൽ. രണ്ടാമത് നമുക്ക് വളരെ ആവശ്യമാണ് അവരെ കൂടെ നിർത്തുക എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ 4 ചുറ്റിനും നമ്മളിപ്പം വളയപ്പെട്ടിരിക്കുകയാണ്. ചൈനയാൽ, ശ്രീലങ്കയിൽ അവരുടെ ഹമ്പൻടോട്ട നേവൽ ബേസ് മുഴുവൻ അവർ ഏറ്റെടുത്തു. ബർമ്മ, മ്യാൻമാറിൽ അവർ മുഴുവൻ ചൈനയുടെ ഇൻഫ്ലുവൻസ് ആയി. ഇപ്പൊ ബംഗ്ലാദേശിൽ ഏകദേശം അവർ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. ഈ ക്രിസ്ത്യൻസിനെ കണ്ടമാനം ഫോക്കസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ വലിയൊരു പ്രചാരം ഉണ്ടായല്ലോ. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെ അങ്ങനെ ഒരു മതം നോക്കി അവിടെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്? അവിടെ അങ്ങനെ മതം നോക്കി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഉണ്ടായിട്ടുണ്ട്. കുക്കികൾ കൂടുതലും ക്രിസ്ത്യൻസ് ആണ്, നല്ലൊരു ശതമാനം ക്രിസ്ത്യൻസ് ആണ്. അതുകൊണ്ട് അവരുടെ പള്ളി കത്തിച്ചു. ഉണ്ട്. സിറ്റിയിൽ അങ്ങനെ വലിയ കുഴപ്പം വന്നിട്ടില്ലായിരുന്നു. BJP അതിനുവേണ്ടി സൈഡ് നിന്നൊക്കെയുള്ള മറ്റുള്ളൊരു ആരോപണം ഇവിടെ ഉണ്ടായല്ലോ. ഇത്രയും വഷളാകുന്നതിന് മുന്നേ നമുക്കത് സോൾവ് ചെയ്യാമായിരുന്നു. അത് നോക്കി നിന്നോ കുറെ നേരം സർക്കാർ? ഗവൺമെന്റ് പോലെ എന്തോ അല്ല, ഞാൻ പറഞ്ഞ നിഷ്ക്രിയമായിട്ട് കുറേ സമയം നമ്മൾ കൈയുടെ ഇവിടെ ഒരു ക്യാൻസറിന്റെ സെല്ലുണ്ടെങ്കിൽ നമുക്ക് വേണേൽ ഇവിടെ മുറിച്ച് മാറ്റിയാൽ ഒഴിവാക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നീട് ചിലപ്പോൾ ഈ കൈ ഇവിടം വെച്ച് മുറിച്ച് മാറ്റേണ്ട ഗതികേട് വരികയല്ലേ. ഈ പറഞ്ഞ പ്രശ്നം ആളിക്കത്തി എത്ര നാള് ഒരു സർക്കാരിന്റെ ഇടപെടലില്ലാതെ പോയി? 1-2 ആഴ്ച അങ്ങനെ പോയി. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞിരുന്നോ? ഇല്ല. അത് തുടങ്ങിയ സമയത്ത് തന്നെയാണോ നിങ്ങൾ ചെല്ലുന്നത്? തുടങ്ങിയപ്പോഴേ ചെന്ന് കുറേ ദിവസങ്ങൾ, അതായത് ഒരു നിവൃത്തിയില്ല. കാരണം നമ്മൾ നല്ലൊരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത് കാണുന്ന നേരം നമ്മളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു, വെടിവെക്കുന്നു, കഴുത്ത് കണ്ടിക്കുന്നു, ഇതൊക്കെ കാണുന്നതും. അവിടെ നിങ്ങളെ നിഷ്ക്രിയമാക്കി ഒരു സൈഡിൽ ഇരുത്തിയിരിക്കുകയായിരുന്നോ? നിങ്ങൾക്ക് ആക്ഷനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാ രംഗങ്ങളിലും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കേണ്ടി വന്നു കുറേയൊക്കെ അല്ലേ? നമ്മൾ കണ്ടു നിന്നിട്ടില്ല, നമ്മൾ നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്തു. അവിടെ സത്യത്തിൽ ഈ തോക്കുകൾ ഇവരുടെ കയ്യിൽ വളരെയധികം ലഭിച്ചു. ആയുധപ്പരകൾ കൊള്ളയടിച്ച് ഇഷ്ടംപോലെ AK-47 ഓട്ടോമാറ്റിക് വെപ്പൺസ് ഇവരുടെ കയ്യിൽ കിട്ടി. അത് CRPF-ന്റെ ഒക്കെ ആയുധപ്പുരകളാണോ? CRPF-ന്റെ ഒന്നുപോലും കൊള്ളയടിച്ചു. പിന്നെ ആരുടെ അത് കിട്ടിയത്? പോലീസിന്റെ, ലോക്കൽ പോലീസിന്റെ. ഞാനവിടെ ഒരിക്കലും ഒരു IPS ഓഫീസറായിരുന്നു, അവിടുത്തെ DIG ആയിട്ട് ഞാൻ സംസാരിച്ച്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ സെൻട്രൽ ഫോഴ്സസ് ആണ് ഇത് ആക്റ്റീവ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടത്, നിങ്ങൾ അത്ര കണ്ട് നല്ല രീതിയിലൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടല്ലേ പ്രശ്നം ഇത്രയും വഷളാകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ചോദിച്ചു, നമ്മുടെ സഞ്ജയ് ദത്ത് ഉണ്ടായിരുന്നല്ലോ, MP സുനിൽ ദത്തിൻ്റെ മകൻ, നറീസ് ദത്തിൻ്റെ മകൻ, ഒരു AK-47 കയ്യിൽ വെച്ചെന്നുള്ള കുറ്റത്തിന് അദ്ദേഹത്തിന് എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇപ്പം നിങ്ങളുടെ ഈ കയ്യിൽ നിങ്ങളുടെ ആയുധപരം ഓട്ടിച്ചു കൊണ്ട് നടക്കുന്ന ഇതൊക്കെ എടുത്ത് ജയിലിടുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോടൊന്നും മിണ്ടിയില്ല. ഈ പോലീസ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ 2 വിഭാഗമായിട്ട് തിരിഞ്ഞോ? പോലീസ് തിരിഞ്ഞു, ഈ കുക്കികളും മെയ്ത്തികളുമായിട്ട്. അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ടാവും അല്ലേ? അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം ലോ ആൻഡ് ഓർഡർ ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇവർ കുക്കി മേഖലയിലുള്ള മെയ്ത്തി പോലീസുകാരെല്ലാം തിരിച്ചിങ്ങോട്ട് പോന്നു, മെയ്ത്തി മേഖലയിലുള്ള കുക്കി പോലീസുകാരെല്ലാം തിരിച്ചങ്ങോട്ടും പോയി. അപ്പോൾ ഒരിക്കലും
ഒരാൾ പോലും ആ മേഖലയിലില്ല. കാരണം നമ്മുടെ ക്യാമ്പ് ഇങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും 10 ക്യാമ്പ് 5 ഡിസ്ട്രിക്റ്റിലായിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള മെയ്ത്തി പിള്ളേരെ ഞാൻ ഈ കുക്കി ഏരിയ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ക്യാമ്പിൽ വിട്ടിട്ട് ഞാൻ പോകും. മേത്തി പിള്ളേരെ നമ്മുടെ യൂണിഫോം ഇട്ടുകൊണ്ട് എൻ്റെ ജവാന്മാരെ പോലും എനിക്ക് ആ കുക്കി ഏരിയയിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ഉണ്ടെങ്കിൽ അവർ തടഞ്ഞു നിർത്തും. പിന്നെ അവർ അഗ്രസീവ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്കും വല്ല വെടിവെക്കേണ്ടി അവർ സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളങ്ങനെ അങ്ങോട്ട് പോയത്. ഈ പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് ഇതിനെ ഒന്ന് ശാന്തമാക്കാൻ നിങ്ങളുടെ ആക്ഷൻ എന്തായിരുന്നു? നമുക്കൊരു ലിമിറ്റഡ് ആക്ഷനിലേ ഉള്ളൂ. പോളിസി മാറ്റർ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ അല്ലേ. അതായത് വലിയൊരു ശതമാനവും നിങ്ങൾക്ക് ഇനാക്റ്റീവായിട്ട് നിൽക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഇനാക്റ്റീവ് എന്ന് പറയാൻ പറ്റുകയില്ല, പക്ഷേ ഫലപ്രദമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഡിസിഷൻ ഒന്നും നമുക്കങ്ങനെ, കാരണം നമുക്ക് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് അതിനുള്ള അധികാരവും ഉത്തരവും കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 7 പണ്ടേ ഇത് സോൾവ് ചെയ്യാമായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? ശാന്തമാകുമായിരുന്നു. പഞ്ചാബ് ശാന്തമായല്ലോ, അപ്പോൾ പിന്നെ അതിലും വലുതല്ലല്ലോ ഏതായാലും മണിപ്പൂർ. ശരിക്കും എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അങ്ങനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തതെന്നാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? എന്തോ അവരുടെ ലക്ഷ്യം വല്ലതും കാണുമായിരിക്കാം. അത് മുമ്പേ പറഞ്ഞ ഇവിടെ ഉണ്ടായ ആരോപണത്തിനൊക്കെ പിൻബലം നൽകുന്നതാണോ ഒരു തരത്തിൽ പറഞ്ഞാൽ? അത് ഞാൻ പറയുന്നില്ല. രണ്ടുപേര് തമ്മിൽ അടിച്ചാലും നഷ്ടമുണ്ടാകുന്ന സമുദായം ഏതാണെന്ന് അവർക്ക് നല്ല ധാരണയുള്ളതുകൊണ്ടാണോ? പക്ഷേ ആക്ച്വലി ഇത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ 2 കമ്മ്യൂണിറ്റികളെ തമ്മിൽ അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ബോംബിനെ കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ന്യൂക്ലിയർ ബോംബാണെന്ന് പറഞ്ഞാൽ ഇട്ടു പൊട്ടി ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഏരിയയിലുള്ളവർ തീർന്നു. ഇതെന്ന് പറഞ്ഞാൽ തലമുറകൾ തുടരും. അല്ല, അതെ, പക്ഷേ അത് ഭരിച്ചിരുന്ന അന്നത്തെ ഒരു BJP മുഖ്യമന്ത്രിയാണല്ലോ അതിൽ ആ ഡിസിഷൻ എടുക്കുന്നിടത്ത്. അതെ, ഇവർ തമ്മിൽ അടിച്ചാൽ ഉണ്ടാകാവുന്ന ഏത് സമുദായത്തിനാണ് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകുക എന്നുള്ളത് തിരിച്ചറിഞ്ഞ് തന്നെ എടുത്തൊരു തീരുമാനമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അത് പറയില്ല. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ നമ്മൾക്ക്. പക്ഷേ കേന്ദ്ര സർക്കാരാണല്ലോ നിങ്ങളെ ഒരു തരത്തെ നിയന്ത്രിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരും ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വിശ്വസിച്ച് മാറി നിന്നു തന്നെയാണോ എൻ്റെ അർത്ഥം? അല്ല, നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയമം അനുസരിച്ച് നമുക്ക് ലോക്കൽ പോലീസിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അല്ലെ പിന്നെ ഈ ആൻറ്റി ടെററിസം ഓപ്പറേഷനോ ഇൻസർജൻസി ഓപ്പറേഷനോ ഒക്കെ ആണെങ്കിലേ ഉള്ളൂ നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാറുള്ളൂ. സ്റ്റേറ്റ് വിഷയങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ലോക്കൽ പോലീസിൻ്റെ അവിടുത്തെ SP നിയന്ത്രണത്തിലാണോ? നിയന്ത്രണത്തിലാണ്, അവരുടെ ഡയറക്ഷനിലാണ് നമ്മൾക്ക് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മൾ അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് കേന്ദ്രസേനയ്ക്ക് ഒരിക്കലും നേരിട്ട് ഇടപെടാൻ അനുവാദമില്ല. ഇവർ ഓരോ കമ്മ്യൂണിറ്റി തിരിഞ്ഞ് ഇപ്പം മെയ്തേകൾ കുക്കികളുടെ ഗ്രാമത്തിലേക്ക് ഒരു രാത്രി അങ്ങ് ചെന്ന് ആക്രമിച്ച് കൂട്ടക്കൊലയും തീ കത്തിക്കലും ഒക്കെ നടത്തുക, അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതി? നേരെ തിരിച്ചും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ. ഏറ്റവും അവരുടെ ഒരു മാസ്റ്റർ പീസാണ് വീട് കത്തിക്കുക എന്നുള്ളത്. അവിടെ കൂടുതൽ ഈ തടി കൊണ്ടുള്ള വീടുകളാണല്ലോ, മുളയും തടിയും കൊണ്ടുള്ള വീടുകളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നുണ്ടായിരുന്നു. 2 കമ്മ്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നുണ്ടായിരുന്നു. അത് ഒന്ന് ശാന്തമാകുന്നിടം വരെ അവിടെ ഉണ്ടായിരുന്നു. ഈ ശാന്തമായി കഴിഞ്ഞുള്ള സ്ഥിതി എന്താണ്? ശാന്തമായി കഴിഞ്ഞ് അത് പിന്നെ എപ്പോൾ വേണേലും പൊട്ടിപ്പുറപ്പെടാം. ഈയിടെയും ഈ കഴിഞ്ഞ ദിവസവും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. 10-20 ചെറുപ്പക്കാരെ തട്ടിക്കൊണ്ടുപോയി ഇന്നലെയോ ഇന്നൊക്കെ വാർത്ത കണ്ടു. അത് ഇനിയും തുടരും. ഇത്രയും വലിയ ഒരു രാജ്യം, ഇത്രയും സന്നാഹങ്ങൾ, ഇത്രയും പട്ടാളം, പോലീസ്, എന്തെല്ലാം ഫോഴ്സ് ഉണ്ട് നമുക്ക്. 14 lakhs ഫോഴ്സ് ഉണ്ട് നമുക്ക്. എന്നിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് കുറച്ചുകൂടെ. എന്നിട്ടും ഏറ്റവും രസകരമായ കാര്യം, ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഇതിനിരയായ ആളുകളുണ്ട്. അതാണ് രസകരമായ കാര്യം. പൊളിറ്റിക്കൽ മൈലേജ്. അത് അല്ല ഞാൻ പറഞ്ഞത്, അവിടെ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വിഷമം തോന്നും. സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ തമ്മിൽ വെട്ടിമരിക്കുന്ന കാണുമ്പോൾ വിഷമം തോന്നും. കാരണം നിങ്ങൾ അവിടെ വിറ്റ്നസ് ചെയ്ത ആളുകളല്ലേ? കൂടുതൽ യൂത്തായിരുന്നു, ചെറുപ്പക്കാരായിരുന്നു മരിക്കുന്നത്. അത് രണ്ടാമത് ഒരു കുട്ടി ബാല്യകാലത്തിൽ എന്തെങ്കിലും പീഡകൾ, അതായത് വേദനകൾ അനുഭവിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു ക്രിമിനലോ അല്ലെങ്കിൽ അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡ്. ചരൺജിത് സിംഗ് ചെന്നി വെറുതെ നടന്ന പയ്യനെ തീവ്രവാദിയാക്കി 20 ലക്ഷം രൂപ ഇനാമായിട്ട് നമ്മൾ അവനെ വെടിവെച്ച് കൊന്നു. ഇപ്പോൾ ഒരു സിറ്റിസൺ രാജ്യത്തിൻ്റെ മരിക്കുവാണെങ്കിൽ അവൻ ഏത് കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ലോസ് അല്ലേ. അവൻ നല്ലൊരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അവനെ കൊണ്ട് നമുക്ക് രാജ്യത്തിന് മുഴുവൻ പ്രയോജനമുണ്ട്, ലോകത്തിന് മുഴുവൻ പ്രയോജനമുണ്ട്. ഈ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെല്ലുമ്പോൾ? അതായത് അവിടുത്തെ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ടെലികമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മളെ കേരളത്തിലെ കഴിഞ്ഞ ഒരു 30 വർഷം പിന്നിലാണ്. അത് ശരി. ഈ ഒരു സംഭവം കൊണ്ട് അവരൊരു 50 വർഷം പിന്നോട്ടടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇനിയൊരു പഴയ രീതി തിരിച്ചു വരാൻ, അതായത് ഒരു 8 വർഷമായിട്ട് വളരെ ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റാണ് മണിപ്പൂർ. ഞാൻ ആദ്യം 2 ടെന്നൂർ അവിടെ ഉണ്ടായിരുന്നതാണ്. അന്നൊക്കെ തീവ്രവാദം അതിൻ്റെ നല്ല ഇൻസർജൻസിയുടെ സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
അതെല്ലാം മാറി സ്പോർട്സിലും എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും എല്ലാം അവർ നന്നായിട്ട് വികസിച്ചുകൊണ്ട് വന്ന സമയമാണ്. അന്നേരമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഇനി എത്ര നാൾ എടുക്കുമെന്നറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളൊരു ഗ്ലാസ്, ഒരു കുപ്പി ഗ്ലാസ് താഴെ വീണ് പൊട്ടിയത് നമ്മളെടുത്ത് ഒട്ടിച്ച് ഗ്ലാസ് ആക്കിയാലും അതിൻ്റെ ആ ഒരു പൊട്ടൽ നിൽക്കുമല്ലോ. അവിടുന്ന് മണിപ്പൂരിലെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് മെയിൻ നിങ്ങളുടെ സെൻറ്ററിൽ വന്നിട്ട് പിരിയുകയായിരുന്നോ? നൽബാടിയിൽ നിന്നാണ് ഞാൻ പിരിഞ്ഞത്. അത് കഴിഞ്ഞ വർഷം അല്ലേ? മെയ് 31. ഇത്രയും കാലത്തെ ഈ സേവനത്തിനിടയ്ക്ക് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടാവണമല്ലോ. കാരണം വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങളൊക്കെ അല്ലേ ചെയ്തത്. എന്തൊക്കെയാണ് അപ്രീസിയേഷൻ ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്? ഏറ്റവും ആദ്യം എനിക്ക് കമൻറ്റേഷൻ കിട്ടുന്നത് പഞ്ചാബിൽ വെച്ചായിരുന്നു. അവിടെ കമൻറ്റേഷൻ 3-4 പ്രാവശ്യം കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ UN ആദ്യത്തെ കമൻറ്റേഷൻ നമ്മുടെ പാകിസ്ഥാനി റെക്കമെൻഡ് ചെയ്ത് കിട്ടി. കംബോഡിയയിലെ സേവനത്തിന് UN പീസ് മെഡൽ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് DG കമൻറ്റേഷൻ ഡിസ്ക് ഉണ്ടായിരുന്നു, ഒരു 6-8 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ DG അപ്രീസിയേഷൻ ലെറ്റർ ഉണ്ടായിരുന്നു. അവസാനം 2020 രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാർ അംഗീകരിച്ച് ചെയ്തതിന്. ഈ യാത്രകളിലൊന്നും കുടുംബം കൂടെ ഉണ്ടായിരുന്നില്ല? ഇല്ല. എനിക്ക് മിക്കവാറും എൻ്റെ ജോലി സ്ഥലങ്ങളെല്ലാം വളരെ മോശപ്പെട്ട സ്ഥലങ്ങൾ. അതുകൊണ്ട് കുടുംബം ഒരിക്കലും കൂടെ വെക്കാൻ സാധിച്ചിട്ടില്ല. വൈഫ് കുട്ടികളെ നോക്കി നാട്ടിലായിരുന്നു. മൂത്തയാൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് മാനേജർ, അദ്ദേഹത്തിൻ്റെ വൈഫ് മാനേജറാണ്. മോള് PhD ചെയ്യുന്നു, ഇളയാൾ ഹൈദരാബാദിൽ MBA ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും കുടുംബമായിട്ടുള്ള ഒരു സഹവാസം തുടങ്ങി. തീർച്ചയായിട്ടും. ബാക്കി 2 മാസത്തെ അവധിക്ക് വരും, ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ അതിലും കുറവ് വരും. ചിലപ്പം തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കും. അങ്ങനെ അവധിയാണേലും നമുക്കൊരു അൺസർട്ടനിറ്റി ആയിരുന്നു. എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കാം. അപ്പോൾ ഇപ്പോഴാണ് ഒരു സ്വസ്ഥമായ ജീവിതം എന്ന് വേണേൽ പറയാം, ശാന്തമായ ജീവിതം. ഏതായാലും ഈ വീരസാഹസികമായ ഒരു ജീവിതത്തിൻ്റെ ഓർമ്മകളൊക്കെ ആയിട്ട് ഇനി ശിഷ്ടകാലം സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് സന്തോഷം. താങ്ക് യു സർ.